ഹായ് ഹലോ. ഇന്ന് ഞങ്ങൾ റാസൽ കൈമയിൽ വാൽപ്പാറ എന്ന സ്ഥലത്താണ് പോയത്. അവിടുന്ന് ചുറ്റിക്കറങ്ങി ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റാസൽ കൈമയിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റ്, അതായത് ആനവണ്ടി കള്ള് ഷോപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ. ഇതിന് മുന്നേ ഞാൻ ഇതിലൊരു യൂട്യൂബ് കണ്ടിരുന്നു. അപ്പം ഞാൻ നാട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചാണ് ഈ റെസ്റ്റോറൻറ്റിലൊന്ന് പോകണം. ഞാൻ മോളോടും പറഞ്ഞിരുന്നു ആ റെസ്റ്റോറൻറ്റിലൊന്ന് പോയിട്ട് എനിക്കൊരു വീഡിയോ എടുത്ത് തരണേന്നൊക്കെ. പക്ഷെ അവർ പോയിരുന്നു, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഭാഗ്യവശാൽ എനിക്കിന്ന് പോകാൻ പറ്റി. ഇവിടെ കുറേ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കുറേ എന്താ പറയുക, ഫാക്ടറീസൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഫർണിച്ചർ ഫാക്ടറി, അങ്ങനെ കുറേ ഫാക്ടറികൾ, ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് കുറേ ലേബേഴ്സ് ഉണ്ട്, മലയാളീസും ബംഗാളീസും പാകിസ്ഥാനിയും, അങ്ങനെ കുറേ ലേബേഴ്സ് താമസിക്കുന്ന ഏരിയ ആയതുകൊണ്ട് കുറേ കൺജസ്റ്റഡ് ആണ്. പിന്നെ സെല്ലർ ഷോപ്പുകളുണ്ട്, അതായത് ആൽക്കഹോൾ, വൈൻ ഷോപ്പ്, അങ്ങനത്തെ കുറേ ഗവൺമെൻറ്റിൻ്റെ ഷോപ്പുകളുണ്ട്. അപ്പം നാട്ടിലേക്ക് കൊണ്ടുപോകാനൊക്കെ ലിക്കറൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിക്കറൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് ആൾക്കാർ ഹോൾസെയിലിൽ വാങ്ങുന്നത് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഈ ആനവണ്ടി കള്ള് ഷോപ്പ് എന്നാണ് അതിൻ്റെ പേര്. വലിയൊരു റെസ്റ്റോറൻ്റാണ്. ഒരു എന്താ പറയുക, നല്ലൊരു ലൈറ്റല്ല, ഡിമ്മായിട്ടുള്ള ലൈറ്റും അതിൽ കള്ളൊക്കെ കിട്ടും. അപ്പം അന്തിക്കള്ള് വേണോ കാന്താരിക്കള്ള് വേണോ ചോദിച്ചു. അപ്പോൾ ഇവരൊക്കെ കുടിച്ചത് കാന്താരിക്കള്ളാണ്. ഇവർ ഉണ്ടാക്കുന്നതാണെന്നാണ് തോന്നുന്ന കള്ള്, അല്ലാണ്ട് ഇവിടെ തെങ്ങും ഇതൊന്നും ചെത്താനില്ലല്ലോ. അതെന്താന്നുള്ള കാര്യം ചോദിച്ചില്ല. അപ്പോൾ എന്തായാലും ഇവർ കാന്താരിക്കള്ളാണ് ചോദിച്ചത്. അപ്പം 4 ഗ്ലാസ്സാണ് ഒരു ഇതിൽ. അപ്പം ഒന്ന് അമ്മയ്ക്കും കൂടെ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പിന്നെ കള്ളുകൂടി തുടങ്ങിയിട്ടില്ല. അതായത് ഞാൻ കള്ളുകൂടി തുടങ്ങിയിട്ടില്ല. തുടങ്ങുമ്പോൾ നമുക്ക് കുടിക്കാം, ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഇവർ 3 പേരും കൂടെ ചിയേഴ്സൊക്കെ പറഞ്ഞ് കള്ളൊക്കെ കുടിച്ച്. കാന്താരി കള്ളാണ്, വലിയ കിക്കൊന്നും ഇല്ല തോന്നുന്നുണ്ട്. നാടൻ കള്ളുണ്ടല്ലോ, അതാണ്. ആൽക്കഹോൾ ഇല്ലാത്ത ഇതാണെന്ന് തോന്നുന്നുണ്ട്, സ്പിരിറ്റൊന്നും ഇല്ലാത്ത അല്ലേ കള്ള്. അപ്പോൾ അത് വരുമ്പോൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വരാൽ നിർത്തി പൊരിച്ചത്, പിന്നെ പോത്തും കാല്, പിന്നെന്തൊക്കെയാണ്, കുട്ടിക്ക് ലോലിപോപ്പ്, ചിക്കൻ ലോലിപോപ്പ്, ചിക്കൻ വറുത്തരച്ച കറി. ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്ക് ചില്ലി പനീരും 2 പൊറോട്ടയാണ് മേടിച്ചത്, വീറ്റ് പൊറോട്ട, അപ്പം, വീറ്റ് പൊറോട്ട, അങ്ങനെ കുറേ വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ച് നല്ലതായിരുന്നു. ലാസ്റ്റ് ഒരു നല്ല സ്ട്രോങ് ചായയും കുടിച്ചു ഞാൻ. അപ്പം ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. ചേച്ചിമാരാണ് ഇവിടുത്തെ വെയിറ്റേഴ്സ്. അപ്പം ചേച്ചിമാരാണ് നമുക്ക് സെർവ് ചെയ്യുന്നത്, ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത് ചേച്ചിമാരാണ്, അത് എല്ലാം മലയാളീസ്. അപ്പം അങ്ങനെ നല്ല ഫുഡായിരുന്നു എന്നാണ് പറഞ്ഞത്. എൻ്റെ ഫുഡ് നല്ലതായിരുന്നു, പക്ഷേ ബാക്കിയുള്ള ഫുഡൊക്കെ നല്ലതായിരുന്നു, ടേസ്റ്റി ഫുഡാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളൊരു 9-9:30 ആയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പം. വീട്ടിലെത്തുമ്പം 10-10:45-11 മണിയായി. അപ്പം സൺഡേ ആഫ്റ്റർനൂണാണ് പോയത്. സൺഡേ പകലൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ച്. മനുവിൻ്റെ ഫ്രണ്ടും ഭാര്യയും ഉണ്ടായിരുന്നു, ജിനു മത്തായി ആൻഡ് ഭാര്യ. അവർ 1-ാം തീയതി നാട്ടിൽ പോവാണ്. അപ്പോൾ അത് കാരണം സൺഡേ ഞങ്ങൾ പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സൺഡേ റാസൽ കൈമയിലുള്ള ആനവണ്ടി റെസ്റ്റോറൻറ്റിൽ കയറി, കള്ള് ഷാപ്പ്, അവിടെ കയറി. നല്ല അന്തിക്കള്ള് ഉണ്ട്, പക്ഷെ അന്തിക്കള്ളല്ല കുടിച്ചത്, കാന്താരി കള്ളെല്ലാം കുടിച്ച്. ഞാൻ കുടിച്ചില്ല. കുടിച്ച് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോന്നു. ഇതാ കള്ള് ഷോപ്പ് എന്നൊക്കെ എഴുതിയിട്ട് നല്ല നല്ല പഴയ പാട്ടുകൾ, രാമായണൊക്കെ, കിളിപ്പാടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പാട്ടും ഇതൊക്കെ വെച്ചിട്ട് സൂപ്പറാണ് റെസ്റ്റോറൻറ്റ്. എന്തായാലും ഞങ്ങൾ ഇന്നലെ ഫുൾ എൻജോയ് ചെയ്തു. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ റെസ്റ്റോറൻറ്റിൽ പോകണമെന്നും ഇവിടുത്തെ വീഡിയോ എടുക്കണം എന്നൊക്കെ എൻ്റെ ആഗ്രഹമായിരുന്നു. പിന്നെ ഞാൻ ഇതിൽ എഡിറ്റൊന്നും ചെയ്യുന്നില്ല, നേരിട്ടാണ് ഇടാറ്. കുറേ എഡിറ്റൊക്കെ ചെയ്ത് എങ്ങനെയാണ് ഒറിജിനൽ അതാണ് ഇടാറ്. എഡിറ്റ് ചെയ്ത് അത് കട്ട് ചെയ്ത് ഇത് കട്ട് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് നമ്മൾ നാച്ചുറലായിട്ട് നമ്മളവിടെ സ്പെൻഡ് ചെയ്തത് അതാണ് ഈ വീഡിയോ. അല്ലാതെ കുറേ എഡിറ്റിങ്ങും സാധനങ്ങളൊന്നുമില്ല, ഒറിജിനൽ സാധനമാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സൺഡേ എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, ബായ്. ഡുഗു നന്നായി എൻജോയ് ചെയ്തു നമ്മുടെ ഈ യാത്ര, കളിച്ചിട്ടും. ഫുഡ് കഴിക്കാനാകുമ്പോൾ ചെറിയ ഉറക്കമൊക്കെ വന്നിരുന്നു, എന്നാലും ആൾ ഉറങ്ങിയൊന്നുമില്ല. ഓക്കെ, ബായ്.